ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പറമ്പിക്കുളത്തേക്കുള്ളൊരു യാത്രയിലായിരുന്നു. അപ്പോൾ ഈ വ്യൂ കണ്ടപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് സൈഡാക്കിയതാണ്. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ഥലം പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്നറിയാം. എന്നാലും പറയാം, ഇതാണ് നമ്മുടെ ഫേമസ് കൊല്ലങ്കോട്. പിന്നെ നമ്മളിപ്പോൾ പറമ്പിക്കുളത്ത് ബുക്ക് ചെയ്തേക്കണമെന്ന് വെച്ചാൽ അവിടെ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ തന്നെ ഒരു ഫോറസ്റ്റ് സ്റ്റേയിലാണ്, 10 സ്റ്റേ ആണ് നമ്മളിപ്പോൾ അവിടെ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി അവിടെയുള്ള വിശേഷങ്ങളെല്ലാം കാണാം. അപ്പോൾ അതേ നമ്മളെ ഏകദേശം എത്താറായിട്ടാ. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററും കൂടി ഉള്ളൂ. അപ്പോൾ അതേ ഇവിടെ ഈ മാവുന്തോപ്പൊക്കെ കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. പിന്നെ അതേ അവിടെ ഒരു കടുവ വെച്ചെന്ന് നോക്കിച്ചിരിക്കാണ്. ഇത് കണ്ട, ഇവിടെ ഫുള്ള് ഇങ്ങനെ മാവിൻ്റെ തോട്ടം ഉണ്ടാകും. അടിപൊളി സ്ഥലം, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇനി ഇവിടെ നിന്ന് ഏകദേശം നമുക്കിത് ഇനി ആ ഒരു മലയൊക്കെ നമുക്കിനി കയറണം. ഇനി ഫുൾ അങ്ങോട്ട് ഹെയർ പിന്നെയാണ്. കണ്ട കടുവയുടെ വടക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമ്മളിവിടെ ആനമല ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോഴാണ് ഒരു കാര്യം പറയണത്, അങ്ങടേക്ക് 2 വീലറൊന്നും കയറ്റി വിടില്ല എന്ന്. ഇപ്പം ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മളവിടെ നിന്നൊരു വണ്ടി വിളിച്ചാണ് കേട്ടോ. 800 റുപ്പീസാണ് പുള്ളി ചാർജ് പറഞ്ഞത്. പിന്നെ നമുക്കൊട്ടും ടൈമില്ലാത്തതുകൊണ്ട് അതെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 2:30ക്ക് അവിടെ എത്തണം. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 1:30 ആയി. 2:30ക്കാണ് അവിടെ ജംഗിൾ സഫാരി സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല എന്നാണ് അവിടെ വിളിച്ചപ്പോൾ പറഞ്ഞത്. എൻ്റെ ഒരു കണ്ണു പോയിരിക്കുകയാണ്. അങ്ങനത്തെ നമ്മൾ നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസുണ്ട്. അവിടെ നമ്മുടെ ബുക്കിംഗ് ഐഡിയും കാര്യങ്ങളൊക്കെ എല്ലാം കാണിക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട് നമ്മൾ സ്റ്റേ ചെയ്യണ സ്ഥലത്തേക്ക്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെ നിന്ന് പോകുന്ന വഴി ഞങ്ങൾ 2 മാങ്ങയൊക്കെ കണ്ടിട്ടാ റോഡ് സൈഡിൽ തന്നെ. അപ്പോൾ നമ്മൾ നമ്മുടെ ടെൻറ്റ് സ്റ്റേയിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ. അവിടെ ഫ്രണ്ടിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. നമ്മുടെ ID കാർഡും എല്ലാവരും കൊടുക്കണം. എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ടെൻറ്റ് സ്റ്റേയുടെ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതേ ഇതാണ് കേട്ടോ നമ്മുടെ ടെൻറ്റ്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ടെൻ്റാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആയിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. നമ്മൾ ഇത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്നാലും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ബാഗെല്ലാം ഒന്ന് വെച്ചിട്ട് വേണം നമുക്കിനി ജംഗിൾ സഫാരിക്ക് പോകാൻ കേട്ടോ. അവിടെ നമുക്ക് വേണ്ടിയിട്ട് ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ പോകുന്നത് ഇനി ജംഗിൾ സഫാരിക്കാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാവരും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.